എല്ലാവർക്കും നമസ്കാരം. അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രങ്ങൾ അടങ്ങിയിട്ടുള്ള മേടം മുതൽ മീനം വരെയുള്ള 12 കുറുകൾ ജനിച്ചവരുടെ ജൂലൈ മാസ രാശിഫലങ്ങളെയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. രാശിഫലങ്ങൾ പൊതുഫലങ്ങളാണ്. ജാതകരീതിയിൽ നടക്കുന്ന ദശാപഹാര ഫലങ്ങൾക്കനുസരിച്ച് ഇതിൽ മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ള കാര്യത്തെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊള്ളുന്നു. ശരി, നമുക്ക് രാശിഫലങ്ങളിലേക്ക് കടക്കാം. കുംഭക്കൂറിൽ ജനിച്ചവരുടെ ജൂലൈ മാസ രാശിഫലങ്ങളെ നോക്കാം. രാശിധ്വനെ ശനി ജന്മരാശിയിൽ വക്രഗതിയിൽ സഞ്ചരിക്കുന്നതിനാൽ ദോഷഫലങ്ങൾ കുറയുന്നതാണ്. മാസത്തുടക്കത്തിൽ ചൊവ്വ 3-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് മൂലം മനോധൈര്യം അധികരിക്കും. 12-ാം തീയതി 4-ാം ഭാവത്തിലേക്ക് ചൊവ്വ മാറിയതിനു ശേഷം ഭൂമി സംബന്ധമായ കാര്യങ്ങൾ മൂലം സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും. ചൊവ്വയും വ്യാഴവും കൂടി ചേർന്ന് തൊഴിൽ സ്ഥാനത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നതിനാൽ തൊഴിൽപരമായ കാര്യങ്ങൾക്കും അനുകൂലമായ സമയമാണിത്. ശുക്രന്റെ സഞ്ചാരവും മാസം തുടങ്ങുമ്പോൾ അനുകൂലമായതിനാൽ കലാകാരന്മാർക്ക് നിരവധി അവസരങ്ങൾ ലഭിക്കും. വിവാഹ കാര്യങ്ങൾക്കും അനുകൂലമായ സമയമാണിത്. 7-ാം തീയതി ശുക്രൻ 6-ാം ഭാവത്തിലേക്ക് മാറി ബുധന്റെ കൂടെ സഞ്ചരിക്കുന്നത് വിവാഹം പോലുള്ള കാര്യങ്ങൾക്ക് അനുകൂലമല്ലെങ്കിലും ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് അനുകൂല ഫലങ്ങളെ നൽകുന്നതാണ്. അതേസമയം വിദ്യാർത്ഥികൾക്ക് അനാവശ്യമായ കൂട്ടുകെട്ടുകൾ വന്നു ചേരാനും അതുമൂലം ചില പ്രശ്നങ്ങളിൽ ചെന്ന് ചാടാനും സാധ്യതയുള്ളതിനാൽ മാതാപിതാക്കൾ കുട്ടികളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ട സമയമാണിത്. മാസത്തുടക്കത്തിൽ സൂര്യന്റെ അനുകൂല സഞ്ചാരം മൂലം ഗവൺമെന്റ് ജോലിയിൽ ഉള്ളവർക്കും രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും നേട്ടങ്ങൾ ഉണ്ടാകുമെങ്കിലും 16-ാം തീയതി സൂര്യൻ രാശി മാറി 6-ൽ ശുക്രന്റെ കൂടെ സഞ്ചരിക്കുന്നതിനാൽ ജീവിത പങ്കാളിയുമായി വാക്തർക്കങ്ങളും ചിലർക്ക് ജോലിയുടെ ഭാഗമായി താൽക്കാലികമായി ജീവിത പങ്കാളിയെ പിരിഞ്ഞിരിക്കേണ്ട സാഹചര്യവും ഉണ്ടാകും. ജൂലൈ 12, 13 ഈ തീയതികൾ ചന്ദ്രാഷ്ടമ ദിനങ്ങളായതിനാൽ പുതിയ കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതും യാത്രകൾ ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കുന്നതും നല്ലതാണ്. മൊത്തത്തിൽ നോക്കുമ്പോൾ ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളായിരിക്കും ഈ മാസം കുംഭക്കൂറുകാർക്ക് ലഭിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് കുംഭക്കൂർ ജനിച്ചവർക്കായുള്ള ജൂലൈ മാസ രാശിഫലങ്ങളെ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ മീനക്കൂർ ജനിച്ചവരുടെ ഫലങ്ങളെ നോക്കാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.